ഹായ് നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് ഈവനിങ് വ്ലോഗാണ് കാണിക്കുന്നത്. പിന്നെ ഫസ്റ്റ് ഒരു ചിക്കൻ നൂഡിൽസ് ഉണ്ടാക്കണം കേട്ടോ. അതിന് ഞാൻ ഒരു 3 സോസേജ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു മാഗിയുടെ ചിക്കൻ നൂഡിൽസാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് നമുക്ക് ഫസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം. നൂഡിൽസ് വേവിക്കുന്ന സമയത്ത് തന്നെ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റും കൂടി ഞാൻ നന്നാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ അതിൽ. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് വേവിച്ചെടുത്തു. വെന്ത് കഴിഞ്ഞിട്ട് ഞാനിതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞു കേട്ടോ. വെള്ളം ഊറ്റിക്കളഞ്ഞ് കഴിഞ്ഞിട്ട് കുറച്ച് തണുത്ത വെള്ളത്തിൽ ഒന്നും കൂടി അതെടുത്ത് വെള്ളത്തിൽ അത് കുറച്ചധികം വെള്ളം എടുത്തിട്ട് ഒന്നും കൂടി ഊറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഊറ്റിയെടുത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് അങ്ങനെ ചെയ്യണത് പശപ്പില്ലാണ്ട് നമുക്ക് ഒട്ടിപ്പിടിക്കാണ്ട് കിട്ടും നൂഡിൽസ്. അതിന് വേണ്ടിയിട്ടോ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഒരു പ്ലേറ്റ് എടുക്കുക, എന്നിട്ട് അതിലൊരു പുഴുങ്ങിയ ഒരു മുട്ട കുറച്ച് സ്ലൈസാക്കി നന്നാക്കി വെക്കുക. പിന്നെ എന്തായാലും നമ്മുടെ വേവിച്ച നൂഡിൽസ് അതിൽ ചിക്കൻ നൂഡിൽസിൻ്റെ മസാല ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക കേട്ടോ. ഇപ്പോഴാണ് ഞാൻ ഇട്ടെടുത്ത മസാല. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒരു പ്ലേറ്റിൽ സെർവ് ചെയ്യണതാണ് കേട്ടോ. പിന്നെ ആ ചിക്കൻ സോസേജ് ഉള്ളത് കഷ്ണമൊക്കെ എടുത്തിട്ടുണ്ട്, അത് ചുറ്റിനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. അതിനുശേഷം വൈകുന്നേരം ആയപ്പോഴാണ് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയത്. ലഞ്ച് ബോക്സൊക്കെ മേടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ഈ ഒരു കടയിലാണ് ഞാൻ കയറിയത്. ലഞ്ച് ബോക്സ് തന്നെയാണ് കേട്ടോ ഫസ്റ്റ് നോക്കിയത്. എനിക്കറിയില്ല കേട്ടോ, ലഞ്ച് ബോക്സ് എനിക്ക് ഒരുപാട് വില പോലെ തോന്നി കേട്ടോ. ഇനി അത് വില കൂടുതലാണോ കുറവാണോ എന്ന് എനിക്കറിയില്ല. അപ്പം നോക്കിയപ്പോഴേക്കും ഒരുപാട് വിലയായിട്ട് തോന്നി എനിക്ക്. 500 രൂപയൊക്കെയാണ് ഓരോ ലഞ്ച് ബോക്സിൻ്റെയും വില. സാധാ ലഞ്ച് ബോക്സ് കുറച്ച് കനമൊക്കെ ഉണ്ട്. സ്റ്റീലിൻ്റെയാണ് ഞാൻ നോക്കിയത് കേട്ടോ. സ്റ്റീലിൻ്റെ ലഞ്ച് ബോക്സാണ് നോക്കിയത്. സ്റ്റീലിൻ്റെ ലഞ്ച് ബോക്സിന് ഒരുവിധം വില എനിക്ക് തോന്നിയായിരുന്നു. നല്ലോണം കളക്ഷൻസ് ഉണ്ടായിരുന്നു. നല്ല വെറൈറ്റി ടൈപ്പ് ലഞ്ച് ബോക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ 500 രൂപയുടെ അടുത്തുണ്ട് കേട്ടോ. പിന്നെ വേറെ കുറച്ചുണ്ട്. ഇതൊക്കെ നോക്കിയപ്പോഴേക്കും കുറച്ച് ചെറുത്ത് പോലെ തോന്നി. നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ഉള്ളിൽ. ഇതിനുണ്ട് നല്ല വിലയുണ്ട്, അത്യാവശ്യം റേറ്റുള്ള പോലെ തോന്നി. എനിക്ക് തോന്നുന്നതാണോ എനിക്കറിയില്ല. കുറേ നാളിങ്ങനെ ലഞ്ച് ബോക്സൊക്കെ മേടിച്ചിട്ട് ഇനി ഓൺലൈൻ ക്ലാസ്സൊക്കെ ആയ സമയത്ത് പിന്നെ എൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ മേടിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം കുറേ നോക്കിയിട്ടോ, കുറേ ലഞ്ച് ബോക്സുകൾ നോക്കി. ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. പല വെറൈറ്റി ടൈപ്പ് ലഞ്ച് ബോക്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു അവിടെ. എനിക്കിഷ്ടമില്ല ഒന്നും. അത് കഴിഞ്ഞ് ഇതാണ് കേട്ടോ, ഇവിടെ ഡിന്നർ സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കണമായിരുന്നു. അതിനുശേഷം സ്റ്റീലിൻ്റെ ഒരുപാട് എന്താ പറയുക, കയ്യിൽ അങ്ങനെ പാത്രങ്ങൾ, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളൊക്കെ അവിടെ കണ്ടിരുന്നു. അപ്പോൾ ഇത് മറ്റേ കടുകൊക്കെ താളിക്കുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. എനിക്കറിയില്ല അത് തന്നെയാണോന്ന്. അത് കഴിഞ്ഞാൽ അതൊക്കെ നോക്കി. അപ്പോൾ നമ്മൾ എന്തായാലും ഒരു കടയിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും മേടിക്കണില്ലെങ്കിലും എല്ലാത്തിനും റേറ്റൊക്കെ നോക്കി നടക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള പെണ്ണുങ്ങൾക്കാവുമ്പോഴേക്കും. അപ്പം ഞാൻ അതൊക്കെ നോക്കി നടക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് ചീത്ത പറയുന്നുണ്ട്, നമ്മൊന്നും മേടിക്കണമെങ്കിൽ എന്തിനാണ് നോക്കണേന്ന് ചോദിച്ചിട്ട്. അവരെ കൊണ്ട് വെറുതെ അവരുടെ സമയം ഇതാക്കണ്ടെന്ന് പറഞ്ഞിട്ട് കളയിപ്പിക്കണം എന്തിനാന്ന് ചോദിച്ചിട്ട്. ഞാൻ നോക്കണല്ലേ ഉള്ളൂ, ജസ്റ്റ് ഇങ്ങനെ നോക്കി. അപ്പോൾ ഈ ലഞ്ച് ബോക്സ് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. പക്ഷെ അത് ഭയങ്കര വലുതായിട്ടാണ് എനിക്ക് തോന്നിയത്. 400 എത്രയോ രൂപയുണ്ട് അതിന് റേറ്റും. ശരിക്കും ഞാൻ മറന്നു എത്രയോ റേറ്റ് എന്നുള്ളത്. അപ്പോൾ അത്രയും വലിയ ലഞ്ച് ബോക്സിൻ്റെ ആവശ്യമില്ല. അപ്പോൾ പിന്നെ അതൊക്കെ അവിടെ വെച്ചു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ കുറച്ച് നേരം അവിടെയൊക്കെ നോക്കി കഴിഞ്ഞിട്ട് പിന്നെ എനിക്കൊന്നും ഇഷ്ടമില്ല. അപ്പോൾ പിന്നെ അവിടെ നിന്ന് ആ കടയിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇറങ്ങുന്നതിന് മുമ്പ് അതേ ഗ്ലാസ്സും ചായ ഗ്ലാസ്, കപ്പ്, അങ്ങനെയൊക്കെ ഒരുപാട് സെലക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. പിന്നെ ടീസ്പൂണുകൾ നല്ല ഡിസൈനുള്ള ടീസ്പൂണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി. പിന്നെ ഒരു കുഞ്ഞു ഉരുളി പോലെയുള്ളതുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കി. പിന്നെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു ഭരണികൾ കണ്ടു. അപ്പോൾ അതൊക്കെ എനിക്കിഷ്ടമുണ്ട് ഇങ്ങനെയൊക്കെ ഉള്ളത് കാണാനായിട്ടും. അപ്പോൾ ഇടികല്ലുണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് ഉള്ളത് കാരണം പിന്നെ അതൊന്നും മേടിച്ചില്ല കേട്ടോ. പിന്നെ അവിടെ നിന്ന് നേരെ ഇറങ്ങി. അത് കഴിഞ്ഞു എനിക്ക് വേറൊരു കടയിലും കൂടി പോയി നോക്കാം, ഒരു കടയിലും കൂടി കയറി നോക്കാം. എന്നിട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെ മേടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് തന്നത്. അപ്പോൾ ഞങ്ങൾ മിക്സിയുടെ ജാറൊന്ന് കേടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിയപ്പോൾ അത് കിട്ടിയില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഇപ്പോൾ വേറൊരു കടയിൽ കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നല്ല തിരക്കുണ്ട്, വൈകുന്നേരം ആയതുകൊണ്ട് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ.
ഇതേപോലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും പിന്നെ കുക്കിംഗ് വീഡിയോസൊക്കെയാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതിനുശേഷം ഞങ്ങളുടെ അടുത്ത വേറൊരു കടയിൽ കയറി കേട്ടോ. ആ കടയിൽ കയറിയിട്ട് അവിടെ എല്ലാം ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ കയറിയതാണ്. പക്ഷേ എല്ലാം കഴിഞ്ഞു, സ്റ്റോക്കൊക്കെ തീർന്നു എന്നാണ് അവർ പറയുക. ഞാൻ കയറിയപ്പോൾ തന്നെ നോക്കിയപ്പോഴേക്കും ഇങ്ങനത്തെ പാത്രങ്ങൾ വെച്ചിരുന്ന സ്ഥലമൊക്കെ കാലിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അതൊക്കെ തീർന്നു തുടങ്ങിയെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് കയറിയില്ല, പിന്നെ ഒന്നും മേടിച്ചില്ല അവിടെ നിന്ന്. പിന്നെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ചിക്കൻ സോസേജ് മേടിക്കാനുണ്ടായിരുന്നു. ചിക്കൻ സോസേജ് മേടിക്കാനായിട്ട് നോക്കണേ കേട്ടോ. അപ്പം ഇപ്പോൾ ഇവിടെ എത്തി, ഇവിടെ നാടുക ചിക്കൻ സോസേജൊക്കെ മേടിക്കാം. അപ്പോൾ അങ്ങനെ അവിടെ എത്തി കയറി കഴിയുമ്പോഴേക്കും ചിക്കൻ സോസേജ് മേടിച്ചു. പ്ലെയിൻ ആയിട്ടുള്ളത് കിട്ടിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ മസാല ഇതാക്കിയിട്ടുള്ളതാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്, മിക്സ് ചെയ്തിട്ടുള്ളതാണ് കിട്ടിയത്. അപ്പോൾ അത് ഒരു 1/2 കിലോ ഉണ്ടോ, 1/2 കിലോ ആണ് മേടിച്ച ചിക്കൻ സോസേജ്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ മോനിക്ക് ടോയ്സ് വേണമെന്ന് പറഞ്ഞ് കരച്ചിലായിട്ടോളാം. എനിക്ക് ഭയങ്കര വാശിയായിട്ട് എന്തെങ്കിലും ടോയ് മേടിച്ച് തരാൻ പറഞ്ഞിട്ട്. അപ്പം ഞാൻ ഇത് കൊടുങ്ങല്ലൂർ അമ്പലത്തിൻ്റെ സൈഡിലായിട്ടുള്ള കടയാണ് കേട്ടോ. അതായത് അമ്പലത്തിൻ്റെ സൈഡിൽ ഒരുപാട് കടകളുണ്ട് കേട്ടോ ഇങ്ങനത്തത്. അപ്പോൾ ഇവിടേക്കൊക്കെ ഏറ്റവും നമുക്ക് സേഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അധികം റേറ്റും കാര്യങ്ങളും ഉണ്ടാവില്ല. വേറെ കടകളിലാണെന്നുണ്ടെങ്കിൽ നല്ല റേറ്റ് ആയിരിക്കും കേട്ടോ. ആൺകുട്ടികളുടെ ടോയ്സിന് ഒന്നാമത് നല്ല റേറ്റാണ്. കുഞ്ഞു കുഞ്ഞു കാറിന് പോലും ഭയങ്കര വിലയാണ്. അപ്പോൾ അവനിക്ക് വേണ്ടത് വലിയ കാറും പിന്നെ ഗണ്ണ്, അങ്ങനെ പിന്നെ സ്പൈഡർമാനോ അയൺമാനോ അതിൻ്റെയൊക്കെ റോബോട്ട് ടോയ് അതൊക്കെയാണ് ആവശ്യം ആൾക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടാണ് കയറ്റിയത്. വലിയ ടോയ്സ് ഒന്നും പറ്റില്ല, അത് വലിയത് നോക്കാനാണ് പോണത് ആൾ. അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞു ചേച്ചിനോട്, ചേച്ചി വല്ല കുഞ്ഞു ടോയ്സ് വല്ലതുകൊണ്ടേ കാണിച്ചു കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അവൾ നേരെ പോകണത്. ഞാൻ പറഞ്ഞു എൻ്റെ പൈസ ഇല്ലാട്ടോ, ഞാൻ പൈസ കൊടുത്തില്ലെങ്കിൽ നമ്മളിവിടെ ഈ ചേച്ചി പിടിച്ച് നിർത്തുമെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ആൾ നേരെ അകത്തോട്ട് കയറി. ഒന്നും കണ്ണിപ്പുണ്ടായിരുന്നില്ല, ചെറുതൊന്നും ആൾക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ എന്തോ സ്ലൈമോ അത് അങ്ങനെ എന്തോ ഒരു സാധനം അത് കാണിച്ചു കൊടുത്താൽ ചേച്ചി അതുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അത് ഇഷ്ടമായിട്ടോ. അത് ഇഷ്ടമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എനിക്കിഷ്ടമാണ് അത് 2 ദിവസം ഉപയോഗിക്കുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ അത് ഒന്നാമത് വെള്ളം പോലെ 2-3 കുറേ മേടിച്ചു കൊടുത്തിട്ടുണ്ട് ഇങ്ങനത്തെ സാധനം. അപ്പോൾ അത് കണ്ടപ്പോഴേക്കും അത് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു യെല്ലോയും ഒരു ബ്ലൂവും 2 പേർക്ക് ഓരോന്ന് മേടിച്ചു കൊടുത്തു. അപ്പം അത് മേടിച്ചത് കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ഞാനിപ്പോൾ കമ്മലൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ കമ്മൽ, മാലയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഞാനത് നോക്കാൻ വേണ്ടി നിന്നതാണ് കേട്ടോ. അത് നോക്കാൻ വേണ്ടി നിന്ന സമയത്ത് ആ ചേച്ചി വേറെ ഒരു ടോയും കൂടി അവനെ കാണിച്ചു കൊടുത്തു. അത് കാണിച്ചു കൊടുത്തപ്പോഴേക്കും അവനിക്ക് അത് വേണമെന്ന് പറഞ്ഞ് വാശിയായിട്ടാ. ഒരെണ്ണം മേടിച്ചു കൊടുത്തട്ടോ, ഒരെണ്ണം മേടിച്ചിട്ടെന്ന് പറഞ്ഞാണ് കയറ്റിയത്. അത് കഴിഞ്ഞപ്പോഴേക്കും ആ ചേച്ചി അതും കൂടി കാണിച്ചു കൊടുത്തപ്പോഴേക്കും ആൾക്ക് അത് വേണം എന്ന് പറഞ്ഞ് നിർബന്ധം ഇയാൾക്ക്. ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയപ്പോഴേക്കും ഞാൻ ചോദിച്ചു എന്തിനാണ് മോനെ ചോദിച്ചിട്ടോ. ഒരു ചെറിയൊരു ഫാനോ എന്തോ ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് 70 രൂപയാണ് കേട്ടോ സാധനത്തിന് ഉണ്ടായിരുന്നത്. 70 രൂപയാണ് സാധനത്തിന്. അപ്പോൾ അത് ഫാനാണ്. എനിക്ക് ചൂടെടുക്കുമ്പോൾ എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അത് മേടിച്ചത്. ഞാൻ പറഞ്ഞു മോനെ ഇറങ്ങി പൊയ്ക്കോളാൻ പറഞ്ഞ്. അപ്പം അങ്ങനെ പോണതാട്ടോ. എല്ലാം കൈ കിട്ടി കഴിയുമ്പോഴേക്കും ആൾ താനെ ഇറങ്ങിപ്പോണതാണ്. ഞാൻ വേഗം പുറകെ പോയി നോക്കിയതാണ് എങ്ങോട്ടാണ് പോണേന്ന്. അപ്പോൾ വണ്ടിയിലോട്ട് കയറി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഇങ്ങോട്ട് വന്നു, പൈസയൊക്കെ കൊടുത്തു. പിന്നെ ഞാൻ കമ്മൽ നോക്കി, എനിക്കിഷ്ടമുണ്ട് ഇതേപോലത്തെ ജിമിക്ക് കമ്മലുകൾ. അപ്പോൾ ഞാൻ നോക്കി ഒന്നും എടുത്തില്ല കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ അവിടെ വാട്ടർ ബോട്ടിൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വാട്ടർ ബോട്ടിൽ നോക്കിയപ്പോഴേക്കും എനിക്കൊന്നും ഇഷ്ടമില്ല. അതായത് ഒന്നില്ലെങ്കിൽ ഭയങ്കര വലുത്, അല്ലെങ്കിൽ ഭയങ്കര ചെറുത്, അങ്ങനെയായിട്ടാണ് എനിക്ക് തോന്നിയത്. സ്റ്റീലിൻ്റെ വാട്ടർ ബോട്ടിലാണ് ഞാൻ നോക്കുന്നത്, പ്ലാസ്റ്റിക്കിൻ്റെ അല്ല, സ്റ്റീലിൻ്റെയാണ് നോക്കിയത്. അപ്പോൾ എനിക്കങ്ങനെ ഒന്നും അവിടെ ഇഷ്ടമില്ല. അപ്പോൾ ലഞ്ച് ബോക്സൊക്കെ മേടിക്കാൻ വേണ്ടി വന്നതാണ്, പക്ഷെ ഒന്നും മേടിക്കാണ്ടാണ്ടോ പോയത്. ഇനി കുറച്ച് ദിവസങ്ങൾ തന്നെ ഉണ്ടല്ലോ, അപ്പോൾ എന്തായാലും നോക്കിയിട്ട് മേടിക്കാൻ വിചാരിച്ചു. അപ്പോൾ ആ കടയിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും പിന്നെ നേരെ വീട്ടിലോട്ടാണ് പോയത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബും ചെയ്യണേ.